ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് ഇതുപോലൊരു ചട്ടിയിൽ കുറച്ചധികം പുളിവെള്ളവും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഐറ്റം ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഏതരി വേണമെങ്കിലും ചേർക്കാം. ഇത് പൊന്നിയരിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസ് പച്ചരിയൊക്കെ എടുക്കാം. അതിട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർന്ന് വരണം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടുന്ന പാകത്തിന് കുതിർന്ന് വരണം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇതാണ്ട് കുറച്ച് വെണ്ടയ്ക്ക ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു 6-7 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നേക്കാണ്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു തലയും വാലും ഒക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാവേ. ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ്ട് ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ വെണ്ടയ്ക്കാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ഇടാം കേട്ടോ. വലുതാണെങ്കിൽ മാത്രം 2ആയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഒരു നാരങ്ങയുടെ വലുപ്പത്തിന് അത്രയും പുളി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അരക്കപ്പിൻ്റെ കപ്പായിരുന്നു ഇത്. അതുകൊണ്ട് 1 കപ്പ് 2 വട്ടം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നമുക്കിതും ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇതൊന്ന് കുതിർന്ന് കഴിയുമ്പോഴേക്ക് കൊന്തൊക്കെ ഇതിൽ നിന്നങ്ങ് മാറ്റി എടുക്കാം. നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ കുതിർത്തെടുക്കാൻ വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് കുതിർന്നതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതിയാവും. ഇതുപോലെ ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്കും ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം തേങ്ങ എടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ തേങ്ങ എടുത്താൽ മതി കേട്ടോ. അതിൽ കുറച്ച് മാത്രമേ തേങ്ങ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 8-9 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക്. അത് ഞാനൊരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അരിയൊക്കെ കുതിർന്നില്ലെങ്കിൽ അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഇനി നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ അതാണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഇവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വലുതായിട്ട് അരിഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി കിട്ടും. നല്ല പൊടിയായിട്ട് അരിയുമ്പോഴാണ് ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറാനായിട്ട് കുറച്ച് താമസം എടുക്കുന്നത്. ഇതിന്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി അതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതായത് നമ്മുടെ ഈ വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ, നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ആ ഒരു സ്റ്റേജ് വരെ ഇതുപോലെ ഒന്നിട്ട് വഴറ്റിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ആയി കിട്ടും. അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇളക്കി ഇടയ്ക്ക് ഇട്ടൊന്ന് കൊടുത്ത് ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ദാണ്ട നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ആ വഴുവഴുപ്പൊക്കെ മാറി ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആവുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പൊക്കെ നമുക്ക് വീണ്ടും പിന്നീട് ചേർക്കാം. അപ്പം ഇതിലേക്ക് വെണ്ടയ്ക്കൊക്കെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ പുളി കുറച്ച് കുതിർന്ന് വരുമ്പോഴേക്കും നല്ലപോലെ പിഴിഞ്ഞ് ആ വെള്ളം മാത്രം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൊന്തൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്.
ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അരപ്പ്, അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഇരിക്കേണ്ടത്. അപ്പം ഇതുപോലെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നമുക്കൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഈ ഒരു കറിക്ക് സാമ്പാർ പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കുറവുള്ള, അതായത് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മൾ വെണ്ടയ്ക്കകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ആക്കാം. അതിന് മുന്നേ കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനി ലാസ്റ്റ് കുറച്ച് നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് കായപ്പൊടി ചേർത്താൽ മതി. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ പച്ചമുളക് ചേർത്തോളണേ. ഞാൻ പച്ചമുളക് ഒരുപാട് എരിവ് വേണ്ടെന്ന് നിർത്തിയിട്ടാട്ടോ ചേർക്കാൻ. ഞാൻ ഓൾറെഡി നമ്മൾ കുരുമുളക് ചേർത്തത് കൊണ്ടാണ്. അപ്പോൾ പച്ചമുളകും കൂടെ വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല അടിപൊളി ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ. നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ വെച്ച് ഇതുവരെയും ഇങ്ങനെയൊക്കെ ഒഴിച്ച് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാട്ടോ. വെണ്ടയ്ക്കയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവുന്ന ഒരു കറിയായിരിക്കും ഇത്. നമുക്ക് ഈ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചുകറി ഉണ്ടാക്കുമല്ലോ, മീൻ കറിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാനൊക്കെ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.